പ്രശസ്ത ചരിത്രകാരനായ പത്മഭൂഷൺ ആലപ്പാട്ട് ശ്രീധര മേനോൻ്റെ എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന ചരിത്ര പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പുസ്തകത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ രാജവംശത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ആയ രാജവംശം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു രാജവംശം തന്നെയാണ്. പക്ഷേ ചേര, ചോള, പാണ്ഡ്യ രാജവംശം പോലെ അത്ര പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അധികം അറിവുള്ള ഒരു രാജവംശമല്ല. എന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം ഈ രാജവംശത്തിനുണ്ട്. ആദ്യമായി ഈ രാജവംശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്ര രേഖയിൽ നിന്നാണ്. ടോളമിയുടെ ചരിത്ര രേഖയിൽ നിന്നാണ്. 2nd സെഞ്ച്വറി AD, അതായത് ഏകദേശം 1800 വർഷങ്ങൾക്ക് മുൻപ് ആ കാലഘട്ടത്തിൽ ടോളമി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രദേശത്തെക്കുറിച്ച്. പമ്പാ നദിയുടെ തെക്ക് ഭാഗം മുതൽ അങ്ങ് നാഗർകോവിൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ പ്രദേശം അത് ഭരിച്ചിരുന്നത് ആയ രാജവംശമാണ്. ആധുനിക ചരിത്രകാരന്മാരും ഇത് ശരിവെക്കുന്നുണ്ട്. ഇന്നത്തെ തിരുവല്ല എന്നറിയപ്പെടുന്ന സ്ഥലം മുതൽ അങ്ങ് തെക്ക് നാഗർകോവിൽ വരെയുള്ള വലിയ പ്രദേശം ആയ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. പുറംനാനൂറ് എന്ന സംഘഗ്രന്ഥത്തിൽ ഈ രാജവംശത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ രാജവംശത്തിൻ്റെ തലസ്ഥാന നഗരം ആയക്കുടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഇന്നത്തെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പ്രദേശമാണെന്ന് ഗവേഷകർ പറയുന്നു. തോൽക്കാപ്പിയത്തിൽ പറയുന്നത് ഈ ആയ രാജവംശത്തിലെ ആളുകൾ ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളല്ല, അവർ ദ്രാവിഡന്മാർ തന്നെയല്ല. അവർ അങ്ങ് ദ്വാരകയിൽ നിന്നും അഗസ്ത്യമനിയോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നതെന്നാണ്. പക്ഷേ ചരിത്രകാരന്മാർ അത് നിഷേധിക്കുന്നുണ്ട്. ശരിക്കും അവർ ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ചേര, ചോള, പാണ്ഡ്യമാർ പോലെ തന്നെയുള്ള ഒരു രാജവംശമായിരുന്നു. പക്ഷേ അത്രയും ശക്തമായിരുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പ്രാധാന്യം ഈ ആയ രാജവംശത്തിനുണ്ട്. ആയ രാജവംശം ആനകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അവരുടെ ഭാഗ്യ ചിഹ്നമായി തന്നെ ആനയെ കരുതി പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ റോയൽ സിംബലിൽ ആനയുണ്ട്. അണ്ടിരാൻ, ടിഡിയാൻ, അടിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 രാജാക്കന്മാരാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ആദ്യം ഉണ്ടായിരുന്നത് അണ്ടിരാനാണ്. അണ്ടിനാരനെക്കുറിച്ച് പരാമർശിക്കുന്നത് പുറംനാനൂറിലാണ്. അദ്ദേഹത്തിന് കവികളോടും കവിതകളോടും വളരെയധികം പ്രണയമായിരുന്നു. ഒരുപാട് കവികൾക്ക് അദ്ദേഹം നിരവധി സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ആന, കുതിര, അതുപോലെ രഥങ്ങൾ, ഗ്രാമങ്ങൾ, ഇതൊക്കെയാണ് സമ്മാനമായിട്ട് കൊടുക്കുക. അണ്ടിരാൻ ഒരു മികച്ച യുദ്ധ പോരാളി കൂടിയാണ്. അദ്ദേഹത്തിനോടൊപ്പം മിക്കപ്പോഴും പരിശീലനം കിട്ടിയിട്ടുള്ള നല്ല ഒരു സേനയുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊങ്ങ് രാജ്യത്തെ പരാജയപ്പെടുത്താൻ സാധിച്ചു എന്ന് പുറംനാനൂറിൽ പരാമർശിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. കൃത്യമായിട്ട് എത്ര ഭാര്യമാരുണ്ടെന്ന് പരാമർശിക്കുന്നില്ല. പക്ഷേ ഈ ഭാര്യമാർ എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം സതി അനുഷ്ഠിച്ചിരുന്നു. അതായത് അദ്ദേഹം മരിച്ചതിന് ശേഷം ബലപ്രയോഗത്തിലൂടെ അവരെ അഗ്നിക്ക് ഇരയാക്കി. കാരണം അദ്ദേഹം ഒരു കടുത്ത ശിവഭക്തനായിരുന്നു. അണ്ടിരാൻ്റെ കാലഘട്ടത്തിൽ ചേര ഡൈനാസ്റ്റി ഉണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിലല്ല, നമ്മുടെ ഈ പമ്പാ നദിയുടെ ഉത്തരഭാഗത്തായിട്ടായിരുന്നു ചേര ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പാണ്ഡ്യന്മാരുമുണ്ട്. പക്ഷേ പാണ്ഡ്യന്മാരുമായിട്ട് ഒരു യുദ്ധവും നടന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ചേര ഡൈനാസ്റ്റി കുറച്ചുകൂടെ ദുർബലമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ അണ്ടിരാൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജവംശം ആയ രാജവംശമാണ്. അണ്ടിരാൻ്റെ കാലഘട്ടത്തിന് ശേഷം വന്ന രാജാവാണ് ടിഡിയാൻ. തൊട്ടടുത്തുള്ള രാജാവാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതിനിടയ്ക്ക് ചിലപ്പോൾ വേറെ രാജാക്കന്മാരുണ്ടായിരിക്കാം. പക്ഷേ അവരെക്കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല. അകംനാനൂറിലാണ് ടിഡിയാനെക്കുറിച്ച് പരാമർശിക്കുന്നത്. പൊടിയിൽ സെൽവൻ എന്ന ഒരു പേര് കൂടി ഈ രാജാവിനുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പാണ്ഡ്യ രാജവംശം ഭരിച്ചിരുന്നത് ഭൂതപ്പാണ്ഡ്യ എന്ന ഒരു രാജാവായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്നതായിട്ട് രേഖകളിലൊന്നും പരാമർശിച്ചിട്ടില്ല. ചരിത്രകാരന്മാർ പറയുന്നത് ഇവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു എന്നാണ്. രേഖകളിലൊന്നും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു ഉടമ്പടി, വാക്കുകൊണ്ടുള്ള ഉടമ്പടി. അതനുസരിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശമൊക്കെ പാണ്ഡ്യ രാജവംശത്തിനും അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശം ആയ രാജവംശത്തിനും സ്വന്തമാണ്. ടിഡിയാന് ശേഷം വന്ന രാജാവാണ് അടിയാൻ. അടിയാൻ്റെ കാലഘട്ടം മുതലാണ് ആയ രാജവംശം ക്ഷയിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണമായി മാറുന്നത് പാണ്ഡ്യന്മാരാണ്. പാണ്ഡ്യന്മാർ ഈ പ്രദേശം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഈ കാലഘട്ടത്തിലെ പാണ്ഡ്യ രാജാവ് അഴകൈ പാണ്ഡ്യനാണ്. അദ്ദേഹം ഈ ഒരു പ്രദേശം പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തിയെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാലും ബഹുഭൂരിപക്ഷം പ്രദേശവും അദ്ദേഹത്തിൻ്റെ കീഴിലായി.
അടിയാന് ശേഷം വന്ന രാജാക്കന്മാരെക്കുറിച്ച് പരാമർശമില്ലെങ്കിൽ പോലും അവർ വളരെ ധീരന്മാരാണെന്ന് മനസ്സിലാക്കാം. അവർ നിരന്തരം അവരുടെ സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് പോരാടിക്കൊണ്ട് തന്നെ ഇരുന്നു. പിന്നീടുള്ള കാലഘട്ടം പോസ്റ്റ് സംഘ കാലഘട്ടമാണ്. ഒരു ഡാർക്ക് ഇറയാണ് സംഘകാലഘട്ടത്തിന് തൊട്ട് ശേഷമുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ഒരു ചരിത്ര രേഖയും നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട്, കേരള മേഖലകളിൽ ആ ഘട്ടങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഒരു പിടിയുമില്ല. പിന്നീട് നമുക്ക് ഈ രാജവംശത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് AD 7-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടിട്ടുള്ള പാണ്ഡ്യന്മാരുടെ ശിലാലിഖിതങ്ങളിലൂടെയാണ്. ആ ലിഖിതമനുസരിച്ച് ചേര ഡൈനാസ്റ്റി കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയായി മാറി. പാണ്ഡ്യന്മാരും ശക്തരായി. ആയ രാജവംശമാണ് ക്ഷയിച്ചു പോകുന്നത്. ആയ രാജവംശം വലിയൊരു പ്രദേശമാണെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു. അതിൻ്റെ ഉത്തരഭാഗം ചേര ഡൈനാസ്റ്റിയുടെ ഭാഗത്തായി, ദക്ഷിണ ഭാഗം പാണ്ഡ്യന്മാരുടെയും കയ്യിലായി. നിലവിൽ ഇപ്പോൾ അവരുടെ പ്രദേശം എന്ന് പറയാൻ സാധിക്കുന്നത് ഇന്നത്തെ തിരുവനന്തപുരം സിറ്റിയും വിഴിഞ്ഞം പ്രദേശവുമാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ഭാഗങ്ങൾ അത് ആയ രാജവംശത്തിൻ്റെ ഭാഗമായി ആ കാലഘട്ടത്തിൽ നിലവിലുണ്ട്. പാണ്ഡ്യന്മാർക്കും ചേരന്മാർക്കും ഇടയിൽ ആയ രാജവംശം ചെറിയ തോതിലെങ്കിലും ഉണ്ടായിരുന്നത് വലിയ രീതിയിൽ സഹായിച്ചത് ചേരന്മാരെയാണ്. കാരണം ഏറ്റവും മികച്ച സൈനിക ശക്തിയായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പാണ്ഡ്യന്മാരാണ്. പാണ്ഡ്യന്മാരുടെ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഈ ഘട്ടത്തിൽ ചേരന്മാർക്ക് ഉണ്ടാകുന്നില്ല. പാണ്ഡ്യന്മാർ ആക്രമിക്കുന്നത് മുഴുവനും ആയ രാജവംശത്തിനെയാണ്. പക്ഷേ ആയ രാജവംശത്തിന് അത്ര വലിയ ഒരു സേനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ധീരന്മാരായിട്ടുള്ള വ്യക്തികളാണ് ആയ രാജവംശത്തിൽ ഉണ്ടായിരുന്നത്. അവർ ഒരിക്കലും തോൽവി സംഭവിക്കുകയില്ല. മരണം വരെയും അവർ പോരാടും. അതുകൊണ്ട് തന്നെ പാണ്ഡ്യന്മാർക്ക് പെട്ടെന്നൊന്നും ഈ പ്രദേശം കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല. പലപ്പോഴും കീഴ്പ്പെടുത്തുന്നുണ്ട്, പക്ഷേ പിന്നീട് അവർ തന്നെ പല പ്രദേശങ്ങളും ആക്രമണത്തിലൂടെ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും വലിയൊരു പ്രദേശമല്ല, ഒരു ചെറിയ പ്രദേശം മാത്രമാണ് ആയ രാജവംശത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. ഈ ഘട്ടത്തിൽ വിഴിഞ്ഞമായിരുന്നു അവരുടെ തലസ്ഥാന നഗരം. 645 AD-ക്കും 670 AD-ക്കും ഇടയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പാണ്ഡ്യ രാജവംശം അടക്കി ഭരിച്ചിരുന്ന ജയാനന്ദ വർമ്മൻ ആയ രാജവംശത്തിൻ്റെ തലസ്ഥാനമായ വിഴിഞ്ഞത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു. പക്ഷേ പിന്നെയും ആ രാജവംശത്തിലെ പോരാളികൾ ചെറുത്തു നിന്നതിനെ തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ പ്രദേശം അവർക്ക് തിരികെ കിട്ടി. പൂർണ്ണമായിട്ട് തിരികെ കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഹോൾഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹോൾഡ് അതിനുശേഷം വന്ന രാജാവ് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അരികേസരി മരവർമ്മനായിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്ന പാണ്ഡ്യ രാജാവ്. അദ്ദേഹം ഈ പ്രദേശം ആക്രമിക്കുകയും അവിടുത്തെ രാജാവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. എങ്കിൽ കൂടി ബാക്കി ഉണ്ടായിരുന്ന ആളുകൾ നിരന്തരമായിട്ട് കലാപങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. AD 8-ാം നൂറ്റാണ്ടിൽ ആയ രാജവംശത്തിൻ്റെ രാജാവ് സടയനും അദ്ദേഹത്തിൻ്റെ മകനായ കരുണാനന്ദനുമായിരുന്നു. ഈ കാലഘട്ടത്തിലും പാണ്ഡ്യന്മാർ ഇവരെ ആക്രമിക്കുന്നുണ്ട്. ആ സമയത്തെ പാണ്ഡ്യ രാജാവ് ജഡിലവർമ്മൻ പരാണ്ടകനാണ്. അദ്ദേഹം തലസ്ഥാന നഗരമായിട്ടുള്ള വിഴിഞ്ഞം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഇതിനെക്കുറിച്ച് തിരുവനന്തപുരത്തു നിന്ന് ലഭ്യമായിട്ടുള്ള ശിലാലിഖിതങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. തുടർന്നുള്ള 10 വർഷക്കാലം തൊട്ടടുത്തുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് ആയ രാജവംശത്തിൻ്റെ പോരാളികൾ പോരാടിക്കൊണ്ടേയിരുന്നു. 10 വർഷത്തിന് ശേഷം എന്തുണ്ടായി എന്ന് നമുക്കറിയുകയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ആയ രാജവംശം ആ പ്രദേശം തിരിച്ചു പിടിക്കാനാണ് സാധ്യത. കാരണം അതിനുശേഷവും വിഴിഞ്ഞത്തെ പാണ്ഡ്യന്മാർ ആക്രമിക്കുന്നുണ്ട്. പാണ്ഡ്യന്മാരുടെ കയ്യിലാണ് വിഴിഞ്ഞമെങ്കിൽ പിന്നെയും അവർ ആക്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനൊക്കെ ശേഷം പിന്നീട് രാജാവാകുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തി കരുണാനണ്ടകനാണ്. കരുണാനണ്ടകൻ ആ പ്രദേശത്തെ ഒരു വലിയ രാജവംശമാക്കി മാറ്റി. ആദ്യ കാലഘട്ടങ്ങളുണ്ടായിരുന്ന അത്രയും വലിപ്പമില്ല. പക്ഷേ തൃപ്പാപ്പൂർ മുതൽ നാഗർകോവിൽ വരെ ഈ പ്രദേശത്തിൻ്റെ കീഴിലായി. തൃപ്പാപ്പൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ തിരുവനന്തപുരം സിറ്റിയും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശവുമാണ്. കരുണാനണ്ടകൻ ഒരു കടുത്ത വിഷ്ണു ഭക്തനായിരുന്നു. പാർത്ഥിവപുരത്ത് ഭഗവാൻ വിഷ്ണുവിന് വേണ്ടി അദ്ദേഹം ഒരു ക്ഷേത്രം പോലും പണി കഴിപ്പിച്ചു. അദ്ദേഹത്തിന് ശ്രീവല്ലഭ എന്ന ഒരു പേര് കൂടിയുണ്ട്. പിന്നീടാണ് അദ്ദേഹം നിരവധി ശാലകൾ സ്ഥാപിക്കുന്നത്. ശാലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെയല്ല. ആ കാലഘട്ടത്തിൽ നമ്പൂതിരിമാർ മാത്രം പഠിക്കുന്ന ശാലകളാണ് ഉണ്ടായിരുന്നത്. വേദങ്ങളും സംസ്കൃതവും ഒക്കെയാണ് അവർ പ്രധാനമായിട്ടും പഠിക്കുക. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കണം കാന്തല്ലൂർ ശാല പണി കഴിപ്പിച്ചതെന്ന് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ശാലകൾ സ്ഥാപിച്ചതായിട്ട് പറയപ്പെടുന്നു. അതിൽ ഒരു ശാല ഒരു പക്ഷേ പ്രശസ്തമായിട്ടുള്ള കാന്തല്ലൂർ ശാലയാകാം. അദ്ദേഹത്തിന് ശേഷം വന്ന പ്രശസ്തനായ ആയ രാജാവ്
വിക്രമാദിത്യ വരഗുണയാണ്. വിക്രമാദിത്യ വരഗുണയുടെ കാലഘട്ടത്തിലാണ് ചോഴന്മാർ അല്ലെങ്കിൽ ചോളന്മാരും പാണ്ഡ്യന്മാരും തമ്മിൽ വലിയ യുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധത്തിൽ വിക്രമാദിത്യ വരഗുണ സപ്പോർട്ട് ചെയ്യുന്നത് പാണ്ഡ്യന്മാരെയാണ്. പക്ഷേ പാണ്ഡ്യന്മാർ ആ യുദ്ധത്തിൽ തോറ്റുപോയി. ഈ കാലഘട്ടത്തിൽ ചോള രാജാവ് പരാണ്ടക ചോളനാണ്. അദ്ദേഹം പരാജയപ്പെടുത്തിയത് പാണ്ഡ്യ രാജാവായ മരവർമ്മൻ രാജസിംഹൻ രണ്ടാമനെയാണ്. 920 AD ഈ യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ തോറ്റതോടുകൂടി രാജസിംഹൻ രണ്ടാമൻ ശ്രീലങ്കയിലേക്ക് പലായനം ചെയ്തു. കുറേയധികം നാൾ അദ്ദേഹം അവിടെ ഒളിവിലാണ് കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ചോള പാണ്ഡ്യ യുദ്ധത്തിൽ പാണ്ഡ്യന്മാരെ വിക്രമാദിത്യ വരഗുണ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ചോളന്മാർക്ക് ആയ രാജവംശത്തോട് കടുത്ത എതിർപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് വലിയൊരു ശത്രുതയായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ പാണ്ഡ്യ രാജവംശം പൂർണ്ണമായിട്ടും ഭരിക്കുന്നത് ചോളന്മാരാണ്. അതായത് ആയ രാജവംശത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു രാജവംശമായി ചോള രാജവംശം മാറി. അവിടെ നിന്നുകൊണ്ട് കടുത്ത രീതിയിൽ തന്നെ ആയ രാജവംശത്തെ ആക്രമിക്കാനും ഇവർ മുതിരുന്നു. പാലിയം ചെമ്പ് ലിഖിതങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിക്രമാദിത്യ വരഗുണ മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ വലിയ രീതിയിൽ തന്നെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്തുവെന്നാണ്. ബുദ്ധക്ഷേത്രങ്ങൾ പണിയാനായി നിരവധി പ്രദേശങ്ങൾ അദ്ദേഹം ദാനമായി കൊടുത്തു. ചില ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചില വിശ്വാസങ്ങൾ അനുസരിച്ചാണ് ഇങ്ങനെ ദാനമായി കൊടുത്തതെന്നാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ കാരണം മറ്റുള്ള മതങ്ങളെ ദ്രോഹിക്കുന്നതാണെന്ന് അദ്ദേഹം കരുതി പോന്നിരുന്നു. അത് ഒഴിവാക്കാനായിട്ടാണ് ഇത്തരത്തിൽ ധാരാളം സ്ഥലങ്ങൾ ദാനമായി കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് 925 AD യുദ്ധത്തിലൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമെന്ന് എങ്ങും എഴുതി വച്ചിട്ടില്ല. അതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, അദ്ദേഹത്തിൻ്റെ അന്ത്യത്തോടുകൂടി ആയ രാജവംശം തന്നെ ഇല്ലാതെയായി. ആയ രാജവംശത്തിൻ്റെ പിൻതലമുറക്കാരുണ്ടായിരുന്നു, എന്നാൽ അവർ ഒരു ചെറിയ കുടുംബമായിട്ട് അവശേഷിച്ചു. അവർക്ക് ഒരു രാജ്യവും ഉണ്ടായിരുന്നില്ല. ആയ രാജവംശത്തിൻ്റെ ഉത്തരഭാഗം ചേരന്മാരുടെ ടെറിട്ടറിയായ വേണാടിൻ്റെ ഭാഗമായി മാറി. ദക്ഷിണഭാഗങ്ങളൊക്കെ ചോഴന്മാരും പിടിച്ചെടുത്തു. പിന്നെ അവശേഷിക്കുന്ന ഒരു ചെറിയ ഭാഗമുണ്ടായിരുന്നു, ഇന്നത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആ സ്ഥലവും അവിടെയുള്ള ഒരു വീടും മാത്രമാണ് അവർക്ക് ലഭ്യമായത്. ആ കാലഘട്ടത്തിൽ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം സ്ഥാപിച്ചത് ആയ രാജവംശമാണെന്ന് പറയുന്നു. പക്ഷേ അന്ന് ഇന്നത്തെ ആ രൂപമോ സ്ട്രക്ചറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ട്രക്ചറിന് തുടക്കമിട്ടത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. മാർത്താണ്ഡവർമ്മ എങ്ങനെയാണ് തിരുവിതാംകൂറിലെ രാജാവായതെന്നും അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയതെന്നുമൊക്കെ ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. ചുരുക്കത്തിൽ ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ രാജവംശം, ഒരു വലിയ പ്രദേശം അടക്കി ഭരിച്ചിരുന്ന ആ രാജവംശം ഒടുവിൽ ഒരു ചെറിയ കുടുംബമായി മാറി. അവരുടെ പിൻതലമുറക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും നമുക്കറിയുകയില്ല. തിരുവിതാംകൂറിൻ്റെ ഭാഗമായി മാറി എന്നൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. കാരണം മറ്റ് ചില ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ചേര ഡൈനാസ്റ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന പല ആളുകളും പിന്നീട് ഈ തൃപ്പാപ്പൂർ സ്വരൂപത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും അവർ പിന്നീട് ഒരു തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും അത് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമായിട്ട് മാറുകയും ചെയ്യുകയായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം വിവരിക്കുന്ന ഭാഗങ്ങളിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.